السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ കബൂലാക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ മുറാദ് ഹാസുലാകാൻ ഒരുപാട് കാര്യങ്ങളുമായി അത് നേടിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഓതുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഹഖിൽ വാലിദി അലൽ വലദി യഹ്സിന അദബുഹു വയഹ്സിന ഇസ്മുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മക്കളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ. മക്കളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരെ അദബ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ, അവർക്ക് നല്ലൊരു പേരിട്ട് കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ വളരെ സൂക്ഷ്മത പുലർത്തണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. കാരണം അതാ, അദബ് പഠിപ്പിക്കണം നമ്മുടെ മക്കളെ, മര്യാദ പഠിപ്പിക്കണം. മദ്രസയിൽ പോലും ആദ്യം പഠിപ്പിക്കുന്നത് അദബുൻ എന്നാണ്. അദബ് പഠിപ്പിക്കാതെ നമ്മുടെ മക്കളെ വളർത്തിയാൽ നമുക്ക് യാതൊരു ഫലമില്ലാത്ത വൃക്ഷങ്ങൾ വളരുന്നത് പോലെയാണ്. വെറുതെ ഒരു പടുവൃക്ഷം വളരുകയാണ്, അതിനകത്ത് യാതൊരു ഫലവുമില്ല, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, ദോഷമല്ലാതെ. ചിലപ്പോൾ അതിൻ്റെ ചില്ല ഒടിഞ്ഞിട്ട് നമ്മുടെ മുകളിലേക്ക് വീഴും. അതിന് ഉദാഹരണമാണല്ലോ ഈ അടുത്ത് നടന്ന കൊലപാതകം. 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പൊന്നുമോൻ, ആ മകൻ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് രോഗിയായ മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുകയാണ്, വെട്ടിക്കൊല്ലുകയാണ്. ഒരു ഉമ്മാനെ, ഒരു അമ്മയെ വെട്ടിക്കൊല്ലുക എന്ന് പറയുമ്പോൾ, ആ ഉമ്മാനെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ മകന്റെ മനസ്സ് മരവിച്ചു പോയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഉമ്മാനെ കൊന്നത്. ഇല്ലെങ്കിൽ ഒരു ഉമ്മാനെ പോലും നമ്മൾ വാക്കുകൊണ്ട് പോലും നോവിക്കാത്തവരാണ്. വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിന്റെ മാതാപിതാക്കളോട് എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, ആ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നാമധാരികളാണ് ഇവിടെ കൊലയും ഒക്കെ നടത്തുന്നത്. ഉമ്മാനെ കൊല്ലുന്നൊരവസ്ഥ വന്നത്, ആ മകൻ പറയാൻ, എന്നെ ഈ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ടതിൻ്റെ കർമ്മഫലമാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഈ ദുനിയാവിലേക്ക് എന്നെ പ്രസവിച്ചിട്ടതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അത്രയും വലിയ ദ്രോഹമാണ് എനിക്ക് ഈ ദുനിയാവിൽ ചെയ്തത്. കാരണം ഈ ദുനിയാവിലേക്ക് പ്രസവിച്ചിടുന്നതല്ല, അതിനുപ്പുറം ആ മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, അവരെ നോക്കാതെ കാണാതെ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, അവർക്ക് യാതൊരു ദുനിയാവിൽ വേണ്ടുന്നൊരു സഹായങ്ങളും ചെയ്തു കൊടുക്കാതെ നിൽക്കുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളോട് പറയാനുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയാണ്, റഹിമല്ലാഹു വാലിദൻ ആന വലദിഹി അലാ ബിർരിഹി, റഹിമല്ലാഹു വാലിദൻ ആന വലദഹു അലാ ബിർരിഹി. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാതാപിതാക്കൾക്ക് അള്ളാഹു തആല റഹ്മത്ത് ചൊരിയട്ടെ, കാരുണ്യമുണ്ടാകട്ടെ. അള്ളാഹു മാതാപിതാക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ. എങ്ങനെയുള്ള മാതാപിതാക്കളാണെന്നറിയോ? തൻ്റെ മക്കൾക്ക് വേണ്ടി ഗുണങ്ങൾ ചെയ്തു വെച്ച മാതാപിതാക്കൾ, തൻ്റെ മക്കൾക്ക് ഗുണങ്ങൾ ചെയ്ത മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് മുത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാണ്, ദുആ ചെയ്യുകയാണ്. മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ മക്കൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ, അവർക്ക് വേണ്ടുന്ന ഗുണങ്ങൾ, അവർക്ക് വേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളും സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അവർ വളർന്നതിനനുസരിച്ച് അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നിലവാരം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അവർ വഴിപിഴച്ചു പോവുകയാണെങ്കിൽ ആ വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന് അവരെ വ്യതിചലിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ, നല്ല മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്.
മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കൾ വഴിപിഴച്ചു പോയാൽ അവരെ അടിക്കുക, അവരെ നേരെയാക്കി കൊണ്ടുവരിക, അവരെ അദബ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. ഒരു ഉമ്മ, ഒരു മാതാവ് തൻ്റെ മകൻ പ്രായപൂർത്തിയായി അത് മുതൽ ഓരോ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുകയാണ്, ഓരോ പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യുകയാണ്, അവരുമായി അവിഹിത ബന്ധങ്ങൾ പുലർത്തുകയാണ്. ഇത് പരസ്യമായി ഒരു മാതാവ് പറയുമ്പോൾ എത്രത്തോളം മതപ്പതിച്ച് പോയി നമ്മുടെ സമൂഹമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ വെറുതെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കളെ വളർത്താനല്ല, മറിച്ച് ആ മക്കൾക്ക് അദബും മര്യാദയും പഠിപ്പിച്ചു കൊടുത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. സജ്ജനങ്ങൾ നടന്നുപോയ പാതയിൽ നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. എങ്കിലാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് കളിച്ചും ചിരിച്ചും രസിച്ചും നമ്മൾ കൊണ്ടു നടന്നാൽ എൻ്റെ മകൻ വഴിപിഴച്ചു പോകില്ല എന്നുള്ള അന്ധമായ വിശ്വാസത്തില് ചെറിയ തെറ്റുകൾ പോലും ചെയ്താൽ അതിനെ ശിക്ഷിക്കാതെ അതിനെ വിലക്കാതെ കൊണ്ടു നടന്നാൽ അവർ വളർന്നു വരുമ്പോ അവർ വലിയ കഞ്ചാവിനടിമയാകും, അവർ വലിയ ഗുണ്ടാ തലവന്മാരാകും, അവരാ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട ഗുണ്ടകളായി മാറുന്നതാണ്, അക്രമികളായി മാറുന്നതാണ്, കള്ളുകുടിയന്മാരായി മാറുന്നതാണ്, പെണ്ണുപിടിയന്മാരായി മാറുന്നതാണ്. അങ്ങനാണല്ലോ, അതുകൊണ്ടാണല്ലോ ഉമ്മാന്റെ കഴുത്തറക്കാൻ യാതൊരു മടിയുമില്ലാത്ത മക്കൾ ഈ ലോകത്തുണ്ടാകുന്നത്. ഉമ്മാന്റെ കഴുത്തറക്കാൻ യാതൊരു മടിയുമില്ല, ഉമ്മാനെ കൊല്ലുന്നതിൽ യാതൊരു മടിയുമില്ല. ചിന്തിച്ചു നോക്കിക്കും. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പറയുകയാണ്, മക്കളെ, ആ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണേ, നിസ്കരിക്കണേ, നിസ്കാരം നിങ്ങൾ പഠിപ്പിക്കണേ. ചെയ്യെന്ന് പറയാതെ നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ മക്കളെ ആ ഇബാദത്തെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം, നമ്മളെ ശീലിപ്പിക്കണം, നമ്മളെ പഠിപ്പിക്കണം, കൂടെ നിർത്തി നിസ്കരിപ്പിക്കണം. നമ്മുടെ പെൺമക്കളുണ്ടല്ലോ, അതിനേക്കാളും വലിയതാണ് പ്രശ്നമാണ് പെൺമക്കളുടെ വിഷയങ്ങള്. ആ പെൺമക്കള് മൊബൈലിൽ കൂടി എന്തെല്ലാം ബന്ധങ്ങളാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അവസാനമല്ലേ നമ്മൾ അറിയുന്നത്, അവർ ഒളിച്ചോടി പോകുമ്പോഴാണ് അറിയുന്നത്, അവരുടെ ബന്ധങ്ങൾ വഷളായി തീരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുവരെയും നമ്മൾ അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെയും കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. വളരെ ദുഃഖിക്കേണ്ട കാര്യമല്ലേ, പ്രയാസപ്പെടേണ്ട കാര്യമല്ലേ? നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമ്മൾ തന്നെ നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് മക്കളെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ നമ്മുടെ മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. ഫാഷൻ എന്ന് പറഞ്ഞ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് മക്കളുടെ തുണി പറിക്കുന്ന കാലമല്ലേ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾക്ക് തലയിൽ തുണിയിടാതെ അവരെ നടത്തുക, അവർക്ക് ഫ്രീഡം കൊടുക്കുക. തലേ തുണി ഇടാതെ ഫ്രീഡം, തലേ തുണി ഇട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഇല്ല. അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് വിഡ്ഢിത്തരമാണത്? തലയിൽ തുണിയിടുന്നത് ഒരു ഫ്രീഡം ഇല്ലായ്മയാണോ? നല്ല വസ്ത്രം ധരിക്കുന്നത്, ശരീരം ഔറത്ത് വെളിവാക്കാതെ നടക്കുന്നത് ഫ്രീഡം ഇല്ലായ്മയാണോ? അപ്പൊ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയില്ലാതെ നടക്കലാണോ ഫ്രീഡം എന്ന് പറയുന്നത്? അല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പെണ്ണെ, നിന്റെ ശരീരം മുഴുവനും ഔറത്താണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ കണ്ടാൽ ആഗ്രഹിക്കുന്നതിനാണ് ഔറത്ത് എന്ന് പറയുന്നത്. നിന്റെ മുടി കാണുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ ആഗ്രഹം വരും. നിന്റെ കണ്ണ് കണ്ടാ പോലും ആഗ്രഹമാണ്. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കാണുമ്പോൾ വല്ലാത്ത ആഗ്രഹമാണ്. അങ്ങനാണല്ലോ ഒരുപാട് പീഡനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇന്ന് ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറഞ്ഞെന്താണെന്ന് അറിയോ? ഒരു സ്ത്രീയാണ്, ഒരു ലേഡി ഡോക്ടറാണ് പറഞ്ഞത്, കോളേജിൽ പഠിക്കുന്ന ഭൂരിഭാഗം 16, 17, 18 വയസ്സുള്ള മക്കള്, പ്രായപൂർത്തി പോലും എത്താത്ത മക്കള്, അവര് ഗർഭചിത്രം നടത്തുകയാണ്. ഗർഭിണിയായിട്ട് വന്നിട്ട് പറയണം, ഡോക്ടറെ, ഞാൻ ഗർഭിണിയാണ്, 1 മാസം ഗർഭിണിയാണ്, 2 മാസം ഗർഭിണിയാണ്, അതുകൊണ്ട് എനിക്ക് അബോർഷൻ വേണം. ഇന്നത് അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കയറി വരുന്ന നമ്മുടെ മക്കള്
ബാംഗ്ലൂരും മറ്റുള്ള സ്ഥലങ്ങളിലും പോയി കിടന്നുകൊണ്ട് പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ഒരു പ്രസവം കഴിഞ്ഞവരാണ്, അവര് ഗർഭിണികളായവരാണ്. ഇങ്ങനെ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല. എന്തിനാണിത് ഞാൻ പറഞ്ഞത്? അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സൂറത്തു അലം നശ്റഹ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. നിങ്ങളുടെ മക്കൾക്ക് അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക്, ഈ സൂറത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ, അവർക്ക് ഓതി മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ മനസ്സിന് വല്ലാത്ത മാറ്റമുണ്ടാകും. മഹാന്മാര് പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഖൈറാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.